PM ശ്രീയിൽ സർക്കാരിനെ വെട്ടിലാക്കി ലീഗിന്റെ യുവജന സംഘടനകൾ. പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരമെന്ന് മുഖ്യമന്ത്രിക്ക് MSFന്റെ മുന്നറിയിപ്പ്. പദ്ധതിയിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് മന്ത്രിസഭാ ഉപസമിതിക്ക് കത്ത് നൽകി. സംഘപരിവാർ അജണ്ട ചെറുത്തു തോൽപ്പിക്കണമെന്ന് യൂത്ത് ലീഗ് പരിപാടിയിൽ പ്രമേയം. PM ശ്രീയിൽ മുഖ്യമന്ത്രിയുടെ വാദം ചോദ്യം ചെയ്ത് മുൻമന്ത്രി V ശിവൻകുട്ടിയും രംഗത്ത്. തൃപ്രയാർ കവർച്ചയിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്ത്. പണം തട്ടിയെടുത്ത ഇന്നോവ സംഘം മടങ്ങുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചു. ആക്രമണം നടത്തിയത് പാലക്കാട് വിളയൂർ പഞ്ചായത്ത് അംഗമടക്കമുള്ള 8 അംഗ സംഘം. പ്രതികൾക്കായ അന്വേഷണം ഊർജിതം. കണ്ണൂർ പയ്യാമ്പലത്ത് കടലിൽ കാണാതായ ആൾക്കായി തിരച്ചിൽ തുടരുന്നു. അപകടത്തിൽപ്പെട്ടത് കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ കർണാടക സ്വദേശികൾ. ഒരാളെ രക്ഷപ്പെടുത്തി. കണ്ണൂർ വാണിയപ്പാറയിലെ പള്ളിക്കല്ലറയിൽ പായൽ പൊതിഞ്ഞ വസ്തു കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. കല്ലറയുടെ നമ്പർ മാറിയതാണ് പ്രശ്നമായതെന്ന പോലീസ് നിലപാട് തള്ളി പള്ളി വികാരി. കല്ലറ തുറന്നു പരിശോധിക്കണമെന്ന ആവശ്യം. നിയമപരമായി മുന്നോട്ട് പോകണമെന്നും നിലപാട്. KB ഗണേഷ് കുമാറിന് തിരിച്ചടി. NSS ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്ത്. അംഗത്വം പുതുക്കി നൽകിയില്ല. ജനാധിപത്യ രീതിയിലല്ല പുറത്താക്കിയതെന്ന് ഗണേഷ് കുമാർ. പത്തനാപുരത്ത് നടന്നതിന് ആദിത്യമല്ല, അത് സൂപ്രണ്ട് രജിസ്റ്റർ ചെയ്ത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. അത് തെളിയിക്കാൻ എനിക്ക് കഴിയും, എൻ്റെ രേഖയുണ്ട്. പോയി കേസ് കൊടുക്കൂ എന്ന് സുകുമാരൻ നായരുടെ മറുപടി. അദ്ദേഹത്തിന് അതിനകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാമല്ലോ. എന്താ കേസ് കൊടുക്കാത്ത? വിനയായത് പത്തനാപുരം താലൂക്ക് യൂണിയനുമായുള്ള തർക്കം. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഇന്നും കസേര കളി. വിവാദങ്ങൾക്കിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഡോക്ടർ റീന ഇന്നുമെത്തി. വന്നത് കോടതി ഉത്തരവ് പ്രകാരമെന്ന് റീനയുടെ കാര്യത്തിൽ നിയമോപദേശം തേടിയതായി മന്ത്രി. ആരോഗ്യ പ്രവർത്തകർക്ക് ദീർഘകാല അവധി നൽകരുതെന്ന സർക്കുലറിൽ വിവാദം. നീറ്റ് പുനഃപരീക്ഷ നാളെ നടക്കും. കർശന സുരക്ഷാ മുന്നൊരുക്കങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ. പശ്ചിമേഷ്യൻ യുദ്ധക്കരാറിലെ അന്തിമ ചർച്ചകളിൽ അനിശ്ചിതത്വം. ഇറാനെ പ്രകോപിപ്പിച്ച് ഇസ്രയേലിന്റെ ലബനൻ ആക്രമണം. അമേരിക്കൻ പ്രതിനിധികൾ ലബനനിലെത്തി. ഇറാൻ പ്രതിനിധികളുടെ വരവിൽ അനിശ്ചിതത്വം തുടരുന്നു. ഹോർമുസിൽ കപ്പലുകൾ കടന്നുപോവാൻ അപേക്ഷ നൽകണമെന്ന പുതിയ നിർദ്ദേശവുമായി ഇറാൻ.